സോ ഹലോ മൈ ഡിയർ ക്ലാസ് 9 ഫാമിലി മക്കളെ, ഇന്ന് സാറ് നിങ്ങൾക്ക് ഹിസ്റ്ററിയിലെ അവസാനത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ, നമ്മളെ പവർ ഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ അധികാര വിന്യാസം എവിടെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിന് ഷോർട്ടായിട്ട് വെരി ഷോർട്ടായിട്ട് കുറച്ച് പേജിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5-6 പേജിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോകണം ആ ചാപ്റ്റർ മുഴുവൻ. ഓക്കെ, എൻ്റെ മക്കൾ റെഡി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതും ഫാസ്റ്റ് ആക്കണമെങ്കിൽ സാർ എപ്പോഴും പറയുന്ന പോലെ തന്നെ 2x ഇട്ട് കണ്ടോ, അടിപൊളിയായിക്കോ, എക്സാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. അങ്ങനെയാണെങ്കിൽ പിടിച്ചോ, പവർ ഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിതാ പോവാണ്. എന്താണ് അതിന്റെ മേജർ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഇതിനെ നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഭരണഘടന എന്നുള്ളത് ഒന്നുമില്ല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് എന്ത് വേണം, ഒരു പ്രത്യേക നിയമസംഹിതയുടെ ആവശ്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പിന്നീടുള്ള മൊത്തത്തിൽ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു ഭരണഘടന രൂപീകരിക്കുകയാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ഒരു ഭരണഘടനാ സമിതിയൊക്കെ രൂപീകരിച്ച് അതിൻ്റെ ബലത്തോട് കൂടിയിട്ട് എന്തുണ്ടാക്കുകയാണ്, ഒരു ഭരണഘടന ഉണ്ടാക്കുകയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മക്കളെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ടോപ്പിക് ഉണ്ട് ഇവിടെ. ഇത്രയേ ഉള്ളൂ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിക്ലെയർസ് ടു ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓൾ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ നോട്ട് വെസ്റ്റഡ് ഇൻ എന്താ പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റ് കയ്യിൽ മാത്രമായിരിക്കരുത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാ അധികാരങ്ങളും സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് കയ്യിൽ മാത്രമായിരിക്കരുത്. അതൊരു അധികാര വിഭജനത്തിന്റെ സ്വഭാവം ഉണ്ടാവണം. മുകളിൽ നിന്ന് താഴെ തട്ടിലേക്ക് എല്ലാവരുടെ ഇടയിലും അധികാരം വിന്യസിച്ച് കിടക്കണം, വിഭജിച്ച് കിടക്കണം എന്നതാണ് ഈ ചാപ്റ്ററിന്റെ മുഴുവനായിട്ട് ഒരു തത്വം. ഓക്കെ, അത്രേ ഉള്ളൂ. ഫിലോസഫി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓൾ ദ പവേഴ്സ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് സോവറിൻ ഇന്ത്യ വിൽ ബി എമിനേറ്റ് ഫ്രം ദ പീപ്പിൾ. എവിടെ നിന്നോട്ട് ഈ പവർ കിട്ടുന്നത്? നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പവർ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മളാണ്, ജനങ്ങളാണ് അല്ലേ. സ്വാഭാവികമായിട്ടും നമ്മൾ ജനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ പവർ നിർണ്ണയിക്കുന്നത്. നമ്മളിൽ നിന്നാണ് ആ ഒരു ബലം, ആ ഒരു പവർ, അധികാരം ഉണ്ടായി വരുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇക്വാളിറ്റി ഓഫ് സ്റ്റേറ്റസ്, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇക്വാളിറ്റി ബിഫോർ ദ ലോ. ഇത്രയും ആലോചിക്കാൻ മാത്രം, നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിക്കോട്ടെ, ഒരു ഇന്ത്യൻ പൗരനായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും, സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയുടെ കാര്യത്തിലായിക്കോട്ടെ, രാഷ്ട്രീയപരമായ കാര്യത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും, നിയമത്തിന് മുന്നിലായിക്കോട്ടെ, എല്ലാത്തിലും ഒരേപോലെ നീക്കണം, തുല്യനായിരിക്കണം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ആശയമാണ് നമ്മുടെ ഭരണഘടന പുറപ്പെടുവിക്കുന്നത്. ഇത്രേ ഉള്ളൂ. എല്ലാവരും തുല്യരാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരേപോലെയാണ്, അതിൽ യാതൊരു വിധത്തിലെ വിവേചനവും പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസന്റഡ് ബൈ ജവഹർലാൽ നെഹ്റു എപ്പോഴാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ 13 ഡിസംബർ 1946. 1 വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എപ്പോഴാണ്, അല്ലെങ്കിൽ ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ സമിതിയിൽ, ഭരണഘടനാ അസംബ്ലിയിൽ ഈ ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജവഹർലാൽ നെഹ്റുവോട് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ 13 ഡിസംബർ 1946 എന്ന് ഓർത്ത് വെക്കാം. ഇനി എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സാർ ഇവിടെ എഴുതി വെക്കാം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ദ ലാർജസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറ്റവും വലുതാട്ടോ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടെ. ഓക്കെ, അങ്ങനെയാണ് ഈ രണ്ടാമത്തെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. നമുക്കതിനെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. എന്താ സാർ അങ്ങനെ പറഞ്ഞാൽ? ഇത്രയുള്ള മക്കളെ, നമുക്ക് ഭരണഘടനയെ കാലത്തിനനുസരിച്ച് മാറ്റം ചെയ്യാൻ പറ്റും. ചില കോറായിട്ടുള്ള ആത്മാവ്, ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പെട്ടെന്ന് പറ്റാതെയുള്ളൂ. അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും ഈ ഗവൺമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും നമ്മൾ. ഓക്കെ, എന്താണ് ഭരണഘടന, ഈ പറഞ്ഞിട്ടുള്ള ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് പഠിക്കും. ഇത്രയേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും, ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നതുകൊണ്ട്, മാറ്റം വരുന്നതുകൊണ്ട് നമ്മൾ ഇതിനെന്താ ഒരു ലിവിങ് ഡോക്യുമെന്റ് എന്നുകൂടി വിളിക്കും, ഒരു ജീവിച്ചിരിക്കുന്ന രേഖ എന്നുകൂടി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയെ വിളിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് മക്കളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരാളുടെ മൗലിക അവകാശങ്ങൾ, ഒരാളുടെ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും, കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ, ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്താണ് എവിടെ കാണാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റും, ഭരണഘടനയിൽ കാണാൻ പറ്റും. ഒരാളുടെ കൃത്യമായിട്ടുള്ള ഫണ്ടമെന്റൽ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാനും മൗലിക കർത്തവ്യങ്ങൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതൊക്കെ എവിടെയാണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയുള്ള മക്കളെ, രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ വെച്ചാൽ ചില കാര്യങ്ങൾ ഗവൺമെന്റിന് ഉപദേശിക്കാൻ പറ്റും. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നല്ല വെൽഫെയർ ഉണ്ടാവും, നല്ല ക്ഷേമം ഉണ്ടാവും എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കാൻ പറ്റും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ? നമുക്ക് പാർലമെന്റ് 2 ഹൗസസ് ഉണ്ട്.
ഒന്ന് ലോക്സഭ ഒന്ന് രാജ്യസഭ. അതിനെയാണ് ഈ ബൈ ക്യാമറൽ 2 എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരാളാണെങ്കിൽ യൂണി ക്യാമറൽ എന്ന് പറയും. നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ബൈ ക്യാമറൽ. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് 2 ഹൗസസ് ആവശ്യമാണ്, രാജ്യസഭയും ലോക്സഭയും. അതുകൊണ്ടാണ് ഇത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഫെഡറലിസം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നുണ്ട്. എന്താ ഫെഡറലിസം? ഒന്നുമില്ല മക്കൾ, ഈ അധികാര വിവേചനം സെൻട്രൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാവും, അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാവും, അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ LSGs ഉണ്ടാവും, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഈ ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറയില്ലേ, ആ സാധനം തന്നെ, ബ്ലോക്ക് പഞ്ചായത്ത്, ആ സാധനം തന്നെയാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. എന്റെ മക്കൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. ഫെഡറലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവും, കേന്ദ്രത്തിനായിരിക്കും എല്ലാ വലിയ വലിയ കാര്യങ്ങളുടെയും പവർ ഉണ്ടാവുക, പക്ഷെ താഴേക്ക് വരുന്നോളും അതെന്താണ്, ആ വിഭജിച്ച് പോകുന്നുണ്ട് അധികാരം എന്ന് കൂടെ ഓർത്ത് വെക്കുക. ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീതിന്യായ വകുപ്പാണ്. അത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആവണം. കാരണം എന്താ, ഒരാൾക്ക് നീതി വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം മക്കളെ, എന്ത് വേണം, അവിടെ വേറൊരു രീതിയിലുള്ള ഇൻഫ്ലുവൻസ് സ്വാധീനം ചെലുത്തപ്പെടാൻ പാടില്ല. സ്വാഭാവികമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ജുഡീഷ്യറിയാണ് നമ്മുടെ ഇന്ത്യക്ക് ആവശ്യം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന. ഓക്കെ, ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ചില ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ട് ഇപ്പോൾ UPSC പോലുള്ള, ഓക്കെ, UPSC എന്താണ്, സിവിൽ സർവീസ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന UPSC പോലുള്ള സാധനങ്ങൾ. ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷനൊക്കെ എന്താ മക്കളെ, സ്വാഭാവികമായിട്ട് ഇലക്ഷനൊക്കെ ആരുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ നടത്തേണ്ട ഒരു കാര്യമാണ് അല്ലേ. സ്വാഭാവികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അതുപോലെ UPSC പോലുള്ള ഇത്തരത്തിലുള്ള സ്വതന്ത്രമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. ഓക്കെ, ഭരണഘടനാ സമിതികളുണ്ട്, ഭരണഘടനാ അസോസിയേഷനുകളുണ്ട്. അതിനെ നമുക്ക് കൃത്യമായിട്ട് എവിടെ കാണാൻ പറ്റും, നമ്മുടെ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തതായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഫെഡറലിസം എന്താണെന്ന് സിമ്പിൾ ആയിട്ട് സാർ പറഞ്ഞുതരാം. അഡ്മിനിസ്ട്രേഷൻ വിച്ച് പവർ ഇസ് ഡിവൈഡ് ബിറ്റ്വീൻ 2 ലെവൽസ് ഓഫ് ഗവൺമെന്റ് ബേസ്ഡ് ഓൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെന്നെ മക്കൾ ഡെഫിനിഷൻ അതേപോലെ പഠിച്ചു വെക്കുക. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഭരണത്തിന്റെ 2 തലങ്ങൾക്കിടയിൽ അധികാരം വിഭജിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ പറഞ്ഞിട്ടുള്ള ഫെഡറലിസം എന്ന് ആലോചിച്ച് വെക്കുക. സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവും, താഴേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാവും, അതിന് താഴെ ലോക്കൽ സെൽഫ് ഗവൺമെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ജില്ലകളിലും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇൻ ദ 7th ഷെഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള അധികാര വിഭജനം നടത്തിയിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 7ാം ഷെഡ്യൂളിലെ അധികാര വിഭജനം, ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിലെ ഭരണഘടന എങ്ങനെയാണ് ഭരണ വിഭജനം നടത്തി, അധികാര വിഭജനം നടത്തിയിട്ടുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് മക്കളെ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. യൂണിയൻ ലിസ്റ്റിൽ കൃത്യമായിട്ട് നമുക്കറിയാം അത് കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും എന്തെന്ന് പറയുന്നത് അതിന്റെ അധികാരം മൊത്തം ഉണ്ടാവുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിനായിക്കോട്ടെ, ഡിഫൻസ് പ്രതിരോധമായിക്കോട്ടെ, പട്ടാളം അല്ലെ, സ്വാഭാവികമായിട്ട് അതുണ്ട്. അതേപോലെ തന്നെ റെയിൽവേ ഒക്കെ ആരാ നോക്കി നടത്തുന്നത്, ഈ പറഞ്ഞിട്ടുള്ള യൂണിയൻ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് നടത്തുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ് എന്ന് മാത്രം ആലോചിച്ചിരുന്നു, അത് വേറെ നോക്കണ്ട. രണ്ടാമത്തത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് മക്കളെ. സ്റ്റേറ്റ് ലിസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുള്ള, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ കൃഷി ആയിക്കോട്ടെ, ഫോറസ്റ്റ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ ആരാ നോക്കി നടത്തുന്നത്, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ മക്കളെ, 2 പേർക്കും സ്റ്റേറ്റിനും അതേപോലെ തന്നെ സെൻട്രലും കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒരേപോലെ അധികാരമുള്ള വിഷയങ്ങൾ കുറച്ചുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞുള്ള കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇതിന്റെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് എൻ്റെ മക്കൾ ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഐറ്റംസ്, ഓക്കെ, ഏതൊക്കെയാണ് ആ പവേഴ്സ്, അധികാരങ്ങൾ ഇപ്പം തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്തോ, കമന്റ് ചെയ്തോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത മക്കളെ റെസ്യൂജറി പവേഴ്സ് ഉണ്ട്. റെസ്യൂജറി പവേഴ്സ് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയും. ഈ 3 എണ്ണത്തിലും പെടാതെ നിൽക്കുന്ന കുറച്ച് അധികാരങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ സൈബർ ലോസ് എന്ന് പറയും. എന്താണ് സൈബർ ലോസ് എന്ന് പറയും? ഇത് സത്യം പറഞ്ഞാൽ ഈ റെസ്യൂജറി പവേഴ്സ് അവസാനം അൾട്ടിമേറ്റ്ലി പോകുന്നത് ആരുടെ അടുത്തായിരിക്കും, സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും പോകുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും സൈബർ ലോസ് ഒരു എക്സാമ്പിൾ ആണ് എന്തിന്, ഈ റെസ്യൂജറി പവർ സബ്ജക്ട് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി എബവ് 3 ലിസ്റ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മക്കൾക്ക് അത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നുണ്ട്. മക്കളെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മുടെ ഗവൺമെന്റിന് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ, 2 എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം, 3 എന്ന് പറഞ്ഞാൽ നീതിന്യായ വകുപ്പ് അഥവാ ജുഡീഷ്യറി. ഇത് 3 എണ്ണമാണ് ദ പില്ലേഴ്സ്, 3 പില്ലേഴ്സ് ഓഫ് ദി ഗവൺമെന്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കളെ എന്താണ് ഈ 3 പില്ലേഴ്സിൽ ഒന്നാമത്തെ ലെജിസ്ലേച്ചറിന്റെ കാര്യം നോക്കാം നമുക്ക്. അതിൽ വരുന്നതാണ് ലോക്സഭ എന്ന് പറഞ്ഞത്. മക്കളെ ഇത്രയേ ഉള്ളൂ. ലോക്സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഹൗസ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ അധോസഭ എന്ന് പറയും. ഓക്കെ, എന്താണ് നമ്മളെ ഈ ജയിപ്പിച്ച, നമ്മളെ ഇലക്ഷൻ നടത്തിയിട്ട് ജയിപ്പിച്ച് വിടുന്ന ആളുകളൊക്കെ പോയിട്ട് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഈ പറഞ്ഞിട്ടുള്ള ലോക്സഭ എന്ന് പറഞ്ഞത്. ഇലക്ടഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ, നമ്മളാണ് ഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്ത് വിടുന്നത്. ഓക്കെ, ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും അങ്ങനെ ജയിപ്പിച്ച് വിടുന്നുണ്ടാവുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ഹു ഹാവ് കംപ്ലീറ്റഡ് 25 ഇയേഴ്സ്, നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മാത്രം മതി, ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരാൾക്ക് 25 വയസ്സ് മിനിമം എങ്കിലും ആയിരിക്കണം, ആർ എലിജിബിൾ ടു കോൺടെസ്റ്റ് ഇൻ ദി ലോക്സഭ ഇലക്ഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദ ടൈം ഓഫ് ദി ലോക്സഭ ഈസ് 5 ഇയേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ,
നമ്മളൊരു പാർട്ടിയെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് 5 കൊല്ലത്തേക്കായിരിക്കും ആ പാർട്ടി ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് ലോക്സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ്. സ്വാഭാവികമായിട്ട് 5 വർഷമായിരിക്കും അവരുടെ പീരീഡ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദി ലോക്സഭ ഈസ് 550 എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് 550 എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദി ലോക്സഭ എന്ന് പറയുന്നത്. ശരിക്കും അത്രയാണോ? അത്രയല്ല. നമുക്കറിയാം 543 ഉള്ളൂ അല്ലേ? സ്വാഭാവികമായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ലോക്സഭയുടെ സ്ട്രെങ്ത് എന്താണെന്ന്. പക്ഷേ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550 ആണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദ ലോക്സഭ ഈസ് ചെയർഡ് ബൈ ദി സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോക്സഭ 2 സഭകൾ ഉണ്ടാവില്ലേ? ജയിച്ച പക്ഷമുണ്ടോ തോറ്റ പക്ഷം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം ഭരണപക്ഷം ഉണ്ടാവും. ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് മക്കളെ നമ്മുടെ സ്പീക്കർ എന്ന് പറഞ്ഞത്. ഓക്കെ, അത്രയും പോയിന്റ് മാത്രമേ നമ്മൾ ആലോചിച്ച് വെക്കുക. ഇനി രാജ്യസഭയുടെ കേസ് സെയിം സാധനം ഇവിടെ ഓപ്പോസിറ്റ് ആയിരിക്കും. നോക്കിയേ, ഇവിടെ മറ്റടുത്ത അധോസഭ ലോവർ ഹൗസ് ആണ്, ഇത് അപ്പർ ഹൗസ് ആവും. സ്വാഭാവികമായിട്ടും ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റിനെയാണ്, എന്താണ് സംസ്ഥാനങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ മക്കളെ പ്രപ്പോർഷൻ ഓഫ് ദിയർ പോപ്പുലേഷൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ നിന്നുള്ള റെപ്രസെന്റേഷൻ ഉണ്ടാവുക, പ്രതിനിധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, members of the Rajya Sabha are elected by elected members of state legislative assembly എന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള രാജ്യസഭയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യൻ സിറ്റിസൺസ് ഹു ഹാവ് കംപ്ലീറ്റഡ് 30 ഇയേഴ്സ്, എത്രയാണ് 30 വയസ്സ് കഴിഞ്ഞ ആർക്കും എന്ത് സംഭവിക്കാം? രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളെ രാജ്യസഭ ഈസ് എ പെർമനന്റ് ഹൗസ്. എന്തുകൊണ്ടാണ് അത് പെർമനന്റ് ഹൗസ് എന്ന് പറയുന്നത്? അതിന്റെ കാലാവധി ശരിക്കും പറഞ്ഞാൽ 6 വർഷമാണ്. ബട്ട് എന്താ സംഭവിക്കുന്നത് മക്കളെ? ഓരോ 2 വർഷം കൂടുമ്പോൾ ആളുകൾ 2 ഭാഗം ആളുകൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഓർത്ത് വെക്കുക. ദ 1/3 2 അല്ല 1/1 കേട്ടോ, സോറി 1/1 ഭാഗം ആളുകൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വീണ്ടും എന്തുണ്ട്? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഇലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കും, ഇലക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും എന്ന് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ആ പോയിന്റ് മക്കൾ ഓർത്ത് വെക്കുക. 1/3 കേട്ടോ, 1/3 ഓഫ് ദി ആളുകൾ എന്താണ്? വീണ്ടും റീ എലക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ആളുകൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് 300 പേരുണ്ട് സഭയിൽ എന്ന് വിചാരിക്കുക. അപ്പൊ എല്ലാ 2 വർഷം കൂടുമ്പോൾ 100 പേര് പോകുന്നുണ്ട്, പക്ഷെ ബാക്കി 200 പേര് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ 200 പേര് പിന്നെ അടുത്ത 2 കൊല്ലം അങ്ങനെ എപ്പോഴും എന്താണ് സ്ഥിരമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊരു പെർമനന്റ് ഹൗസ് ആണ്, സ്ഥിരമായിട്ടുള്ള ഒരു ഹൗസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് കാരണം. ഓക്കെ, അപ്പോൾ ഇതിലേക്കൊന്നും എന്റെ മക്കൾ പോകണ്ട, ജസ്റ്റ് സാർ പറഞ്ഞെന്നുള്ള എക്സ്ട്രാ നോളജ്. ഓക്കെ, ഇത്രയുള്ള 1/3 ഭാഗം എപ്പോഴും എന്താണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇലക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ 6 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് രാജ്യസഭ എന്നുള്ളത്. കൃത്യമായിട്ട് അത് ചെയർഡ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള വൈസ്, നമ്മൾ കണ്ടു ലോക്സഭയുടെ കേസിൽ ആരാ? സ്പീക്കറാണ്. രാജ്യസഭയുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ അത് വൈസ് പ്രസിഡന്റ് ആണ്, ഉപരാഷ്ട്രപതിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് 250 ആണ്. ഇതിൽ തന്നെ നമുക്കറിയാം മക്കളെ 12 മെമ്പേഴ്സിനെ ആർക്ക് നോമിനേറ്റ് ചെയ്യാം? 12 മെമ്പേഴ്സിനെ നമ്മൾ പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഒരു ബിൽ എങ്ങനെയാണ് കൃത്യമായിട്ടൊരു നിയമമായിട്ട് മാറുന്നത്? ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ആ നിയമങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്? എങ്ങനെയാണ് അതിന്റെ ഫസ്റ്റ് കരട് രൂപം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ ചായയൊക്കെ ഉണ്ടാകുമ്പോൾ ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇടൂലേ, അതേപോലെ തന്നെ ഏറ്റവും ബേസിക് ഫോം എന്താണ് എന്ന് പറയുന്നതാണ് മക്കളെ ഈ ബില്ല് എന്ന് പറയുന്നത്. ഈ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ഫോം ഓഫ് ലോ ആണ്. ഓക്കെ, നിയമത്തിന്റെ ഏറ്റവും ബേസിക് ഫോമാണ്. എങ്ങനെയാണ് അത് മാറുന്നത്? ഈ ബില്ല് മാറിയിട്ട് എങ്ങനെ നിയമമാവുന്നത്? ഒന്നാമത്തത് ഫസ്റ്റ് റീഡിംഗ്. ഒന്നാമത്തെ റീഡിംഗിൽ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ രാജ്യസഭയിലോ ഒന്നെങ്കിൽ ലോക്സഭയിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബില്ല് അവതരിപ്പിക്കും. ഇവർ പാസ്സാക്കി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ഒന്ന് നോക്കി നോക്കുക. രണ്ടാമത്തെ റീഡിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും മക്കളെ ഇവർ എക്സാമിനേഷൻ നടത്തും. ഈ ആളുകൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള 2 സഭയിലെ ആളുകൾ എന്ത് ചെയ്യും? എക്സാമിനേഷൻ നടത്തും. ഒരു സഭയിലേക്ക് അവതരിപ്പിക്കുക, ഈ സഭയിൽ അവതരിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യും? അത് എക്സാം ചെയ്യും. രണ്ടാമത്തെ റീഡിംഗ്, സെക്കൻഡ് റീഡിംഗിൽ അത് എക്സാം ചെയ്യും. മൂന്നാമത്തെ റീഡിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് നല്ലതാണോ, വേണോ, നമ്മൾ ഉറപ്പിക്കണോ, ഒഴിവാക്കണോ, എടുക്കണോ, നിയമമാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് തേർഡ് റീഡിംഗിലായിരിക്കും. അപ്പോൾ ഇതേ പ്രോസസ്സ് എന്ത് ചെയ്യും? ഒരേ ഹൗസിൽ നടക്കും. അതേപോലെ തന്നെ ആ ഹൗസ് വേറൊരു ഹൗസിൽ പോകും. ഇപ്പോൾ രാജ്യസഭയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങും എവിടെ നടക്കും? രാജ്യസഭയിൽ നടക്കും. അതേപോലെ തന്നെ അത് ലോക്സഭ ഇതേ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ 2 പേരും കൂടെ അപ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ബില്ല് എന്തായിട്ട് മാറുള്ളൂ? നിയമമായിട്ട് മാറുള്ളൂ. അവസാനം പ്രസിഡന്റ് എന്ത് ചെയ്യണം? സൈനും കൂടെ ചെയ്യണം. ഓക്കെ, എന്നാലേ അത് നിയമമായിട്ട് മാറുള്ളൂ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് റീഡിംഗ് എന്താ, തേർഡ് റീഡിംഗ് എന്താന്ന് കിട്ടിയിട്ടുണ്ട്. ദിസ് ഹൗസ് അപ്രൂവ്സ് ദി ഓർ റിജക്ട് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞിട്ടുള്ള തേർഡ് റീഡിംഗ്, 3ാം വായന എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ അവസാനത്തെ ഒരു സംഭവമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി. ഇത്രയും നോക്കുന്നത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ ഒരു ആർട്ടിക്കിൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങളോട് 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുള്ളവർ പെട്ടെന്ന് ഓർമ്മ വരും. നിങ്ങളിത് എക്സാമിന് നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോ, ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 368 ആണ് എന്ത് പറയുന്നത്? ഈ പറഞ്ഞ ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്നത്. പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ടു ബിക്കം ദി ലോ ദ അപ്രൂവൽ ഓഫ് ബോത്ത് ഹൗസസ് ഉണ്ടാവണം എന്ന്
പറഞ്ഞു വെക്കുന്നുണ്ട്. ദർ ഈസ് നോ സച്ച് പ്രൊസീജിയേഴ്സ്. ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഹൗസ് ഒന്നിച്ചിരുന്നിട്ട് ഈ പറഞ്ഞ ഭരണഘടനാ ഭേദഗതി ഒരുമിച്ചാക്കണം എന്നുള്ള ചർച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഹൗസസ് എന്ത് സംഭവിക്കുന്നില്ല, ടു റിസോൾവ് ഡിസ്പ്യൂട്ട്സ് ഓവർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ദർ ഇസ് നോ, ഓക്കെ, ആ പോയിന്റ് ഓർത്ത് വെക്കുക, ദർ ഇസ് നോ സച്ച് പ്രൊസീജിയർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ജോയിന്റ് സിറ്റിംഗ്. അപ്പൊ എങ്ങനെയാണ് സാർ ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് നടക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ അമെൻഡ്മെന്റ് ഉണ്ട്, റിജിഡ് ഉണ്ട്, മോർ റിജിഡ് ഉണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. നല്ല നല്ല അയവുള്ള നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭേദഗതി മാറ്റാൻ പറ്റുന്ന ഈ കുറച്ച് നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സംസ്ഥാനങ്ങളുടെ പേരുണ്ട്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനെ വിളിക്കുന്ന പേര് ഫ്ലെക്സിബിൾ അമെൻമെന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അയവുള്ള ഭേദഗതി എന്ന് പറയും. രണ്ടാമത്തെ റിജിഡിന്റെ കേസ്, ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട സിമ്പിൾ മെജോറിറ്റി മാത്രമാണ് ഫസ്റ്റിന്റെ കേസിൽ. രണ്ടാമത്തെ ദൃഢമായിട്ടുള്ളതിൽ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നുണ്ട്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറഞ്ഞുള്ള സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം നേടണം. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോലുള്ള കുറച്ചും കൂടെ നല്ല ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനെ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ മെജോറിറ്റി, പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. തൊട്ട് മുകളിൽ എന്താണ് കേവല ഭൂരിപക്ഷം ആവശ്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ മക്കളെ മോർ റിജിഡ് അമെൻമെന്റിലെ കേസിൽ വരുമ്പോൾ ഈ സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അനുമതിയും കൂടെ ആവശ്യമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഈ മോർ റിജിഡ് അമെൻമെന്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം നോക്കാം പ്രസിഡന്റും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററും എന്താണെന്ന് വേഗം നോക്കിയിട്ട് നമുക്ക് പരിപാടി നിർത്താം. ഓക്കെ, എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആണ് ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. പ്രസിഡന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് നോക്കി, ഇന്ത്യൻ സിറ്റിസൺ ഹു ഹാസ് കംപ്ലീറ്റഡ് 35 ഇയേഴ്സ്, 35 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രസിഡന്റ് ആവാൻ മത്സരിക്കാം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദ പ്രസിഡന്റ് ഇസ് ഇലക്ടഡ് ബൈ ആൻ ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഒരു കൂട്ടമായിട്ട് ഇലക്ട്രൽ കോളേജ് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പറഞ്ഞു വെക്കുന്നുണ്ട്. ദ ടൈം ഓഫ് ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ഈസ് 5 ഇയേഴ്സ്. എത്രയാണ്? 5 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത്രയും മാത്രം കിട്ടിയാൽ മതി. ഇനി നോക്കിയാൽ മക്കളെ, എന്താണ് പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മക്കളെ, നമ്മുടെ ഈ മന്ത്രിമാരുടെ തലവനാണ് പ്രധാനമന്ത്രി. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദി കൺട്രി ഈസ് ഓൾസോ ദ ലീഡർ ഓഫ് ദ പാർട്ടി. നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ തലവനായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ട് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പ്രൈം മിനിസ്റ്റർ ഹു ഫോംസ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിസഭ രൂപീകരിക്കുന്നു. അതിൽ ആരൊക്കെ എന്തൊക്കെ ആവണം എന്ന് തീരുമാനിക്കുന്നു ആരാന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ അഥവാ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ മക്കളെ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അവസാനത്തെ ഒരു ടോപ്പിക്കാണ് ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സുപ്രീം കോർട്ട് കേം ഇൻ ടു എക്സിസ്റ്റൻസ് ഓഫ് 28 ജാനുവരി 1950 എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സുപ്രീം കോടതി ജഡ്ജിന്റെ മാക്സിമം കാലാവധി എന്ന് പറയുന്നത് 65 ഇയേഴ്സ് ആണ്. ഇത് നിങ്ങൾ നോക്കേണ്ടത് സുപ്രീം കോടതിന്റെ പവർ എന്തൊക്കെയാണ്. ഒന്ന് ഒറിജിനൽ ആണ്, രണ്ട് അപ്പലേറ്റ് ആണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താണ് ഹെഡിങ്സ് എങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. അഡ്വൈസറി, ജൂറിസ്ഡിക്ഷൻ, അതുപോലെ റിട്ട്, അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, ഈ പറഞ്ഞിട്ടുള്ള 5 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക ഏതൊക്കെയാണ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. കിട്ടിയെങ്കിലും മക്കളെ അടിപൊളിയായിട്ട് നോക്കിക്കോ, വേറെ ഒന്നുമില്ല. ഇനി ഇതും സ്പീഡ് കുറവാൻ തോന്നിയെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ 2x ഇട്ടിട്ട് ഒന്നും കൂടെ കണ്ടോ അടിപൊളിയായിട്ട് മനസ്സിലാവും. ഓക്കെ, വേറെ ഒന്നുമില്ല, സടപടെ ക്വിക്ക് റിവിഷൻ ആണ്. പിന്നെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.